Okay students, let us continue with the approaches of EDLC. Let us consider the next model, that is the third type of model, prototyping model. It is similar to iterative model and the product is developed in multiple cycles. The only difference is that prototyping model produces a refined prototype of the product at the end of each cycle instead of functionality or feature addition in each cycle as performed by the iterative model. There won't be any commercial deployment of the prototype of the product at each cycle's end. Okay, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഐട്രേറ്റീവ് മോഡൽ പോലെ തന്നെയാണ് പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. ഓക്കെ, പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ എന്ന് പറയുന്നത് ഓരോ സൈക്കിൾ കഴിഞ്ഞാൽ, അതായത് ഒരു സൈക്കിൾ കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് സൈക്കിൾ കഴിഞ്ഞു, അപ്പോൾ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ റിഫൈൻഡ് പ്രോട്ടോടൈപ്പ്. അതായത് ഒരു പ്രോട്ടോടൈപ്പ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും, ആ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് കമ്പയർഡ് ടു ഐട്രേറ്റീവ് മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൈക്കിൾ കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സൈക്കിളിൽ അഡീഷൻസ് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റി എന്തെങ്കിലും മാറ്റം വരുത്താം. അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഓക്കെ, സോ അതുപോലെ തന്നെ പക്ഷേ ഒരു സൈക്കിൾ കഴിഞ്ഞാൽ ഒരു കമേഴ്ഷ്യൽ ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടാവില്ല. അതായത് ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അത് വെക്കണമെന്നില്ല, അതായത് മാർക്കറ്റിൽ അത് ഇറക്കണമെന്നില്ല. അത് ആ ഒരു സൈക്കിൾ കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ ഇറക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദർ വോണ്ട് ബി എനി കമേഴ്ഷ്യൽ ഡിപ്ലോയ്മെൻറ്റ്. ഒരു ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടാവില്ല. അവിടെ എന്തെങ്കിലും ആ പ്രൊഡക്റ്റ് അവിടെ പ്ലേസ് ചെയ്യുന്നതോ മാർക്കറ്റിലേക്ക് ഇറക്കുന്നതോ അത് അങ്ങനെ നടക്കുന്നില്ല. And the shortcomings of the proto model after each cycle are evaluated and it is fixed in the next cycle. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സൈക്കിൾ കഴിഞ്ഞാൽ ആ പ്രോട്ടോ മോഡൽ ഉണ്ടാവുമല്ലോ, അതിൻ്റെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യും ആൻഡ് നെക്സ്റ്റ് സൈക്കിളിൽ അത് ഒഴിവാക്കും. Okay, and after the initial requirement analysis, the design for the first prototype is made, the development process is started. Okay, ആദ്യത്തെ അനാലിസിസ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് മോഡലും ഡിസൈനും ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഒരു പ്രോട്ടോടൈപ്പ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഓൺ ഫിനിഷിംഗ് ദ പ്രോട്ടോടൈപ്പ് ഇറ്റ് ഇസ് സെൻഡ് ടു ദ കസ്റ്റമർ ഫോർ ഇവാലുവേഷൻ. കസ്റ്റമറിന് അത് സെൻഡ് ചെയ്യും. ഓക്കെ, അതായത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കസ്റ്റമർ ചെക്ക് ചെയ്യും. ഓക്കെ, ഒരു പ്രോട്ടോടൈപ്പ് കംപ്ലീറ്റ് ആയാൽ ആൻഡ് കസ്റ്റമർ ഇവാലുവേറ്റ്സ് ദ പ്രോഡക്റ്റ് ഫോർ ദ സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ഗിവ്സ് ഹിസ് ഓർ ഹെർ ഫീഡ്ബാക്ക് ടു ദ ഡെവലപ്പർ ഇൻ ടേംസ് ഓഫ് ഷോർട്ട് കമ്മിങ്സ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് നീഡഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു കസ്റ്റമർ ആ പ്രൊഡക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കൊടുക്കും. ദാറ്റ് ഈസ് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഷോർട്ട് കമ്മിങ്സ് ഉണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് വേണോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അതെല്ലാം അതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് കസ്റ്റമറാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ ടു ഷോ ദ പ്രോട്ടോടൈപ്പിംഗ് ഓർ എവല്യൂഷണറി EDLC മോഡൽ. അപ്പോൾ ഇവിടെ ഡിസൈൻ, ഓക്കെ, ദാറ്റ് ഈസ് പ്രോട്ടോടൈപ്പിംഗ്, ഇനീഷ്യൽ പ്രോട്ടോടൈപ്പ്, ദെൻ ഇനീഷ്യൽ പ്രോട്ടോടൈപ്പ് ആദ്യം എടുത്തു, പിന്നെ അത് ഇവാലുവേറ്റ് ചെയ്തു, ഫീഡ്ബാക്ക് കൊടുത്തു കസ്റ്റമർ. ഓക്കെ, ഫൈനൽ പ്രൊഡക്റ്റ് ആൻഡ് അതായത് ഇനീഷ്യലി ഇപ്പോൾ അനാലിസിസ് ആൻഡ് പ്ലാനിങ് വരുന്നുണ്ട്. ഓക്കെ, അനാലിസിസ് ആൻഡ് പ്ലാനിങ്, റിഫൈൻഡ് റിക്വയർമെൻറ്റ് പ്ലാനിങ്, ഇനീഷ്യൽ റിക്വയർമെൻറ്റ് ആൻഡ് പ്ലാനിങ്. ഓക്കെ, അതായത് ഇപ്പോൾ തുടങ്ങുന്നത് മിഡിലിൽ ആ ഒരു ഇത് ശ്രദ്ധിക്കുക, മിഡിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇനീഷ്യൽ റിക്വയർമെൻറ്റ് ആൻഡ് പ്ലാൻ ചെയ്തു. ഓക്കെ, ദെൻ പ്രൈമറി ഡിസൈൻ ചെയ്തു. നെക്സ്റ്റ് ഇനീഷ്യൽ പ്രോട്ടോടൈപ്പാണ് ഫസ്റ്റ് സൈക്കിളിന് ശേഷം വന്നു. ഇനി അത് ഇവാലുവേഷൻ ചെയ്തു, ഫീഡ്ബാക്ക് കൊടുത്തു. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അടുത്തത് റിഫൈൻഡ് റിക്വയർമെൻറ്റ് ആൻഡ് പ്ലാൻ, അടുത്തത് വീണ്ടും മാറ്റം വരുത്തിയിട്ടുള്ള പ്ലാൻ ചെയ്തു, വീണ്ടും റിഫൈൻഡ് ഡിസൈൻ ചെയ്തു. ഓക്കെ, അത് മേലേക്ക് പോവാണ്, റിഫൈൻഡ് ഡിസൈൻ ചെയ്തു, ആ ആരോ ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് താഴേക്ക് വരുന്നത് നെക്സ്റ്റ് പ്രോട്ടോടൈപ്പ് അവിടെ ഡിഫൈൻ ചെയ്തു, അത് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അത് മാറ്റം വരുത്തിയിട്ട് പിന്നെ വീണ്ടും അതിൻ്റെ ഇവാലുവേഷൻ ഓക്കെ ചെയ്തു. അങ്ങനെ വീണ്ടും പ്ലാൻ ചെയ്തു, പ്രൈമറി ഡിസൈൻ ചെയ്തു, വീണ്ടും ഫൈനൽ പ്രൊഡക്റ്റാണ് അവിടെ വരുന്നത്. താഴെ കണ്ടോ ആ വലിയ ആരോ, ഫൈനൽ പ്രൊഡക്റ്റാണ്. ഓക്കെ, സോ ഇങ്ങനെയാണത് ചെയ്യുന്നത്. അതായത് ഓരോ സമയത്തും ഇനീഷ്യൽ പ്രോട്ടോടൈപ്പ് ഉണ്ടാവും, പിന്നെ നെക്സ്റ്റ് പ്രോട്ടോടൈപ്പ് ഉണ്ടാവും, ഡിപ്പെൻഡിങ് ഓൺ ദ ഡിസൈൻ. അതായത് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവാലുവേഷൻ, ഫീഡ്ബാക്ക് അതെല്ലാം വെച്ചിട്ട് വീണ്ടും മാറ്റി ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് വരും. ഓക്കെ,
and the developer refines the product according to the customer's exact expectation and repeats the proto development process. After a finite number of iterations, final product is delivered to the customer and launches in the market or operational environment. In this approach, product undergoes significant evolution as a result of periodic shuttling of product information between the customer and the developer. Prototyping model follows the approach, that is requirement definition, prototype development, prototype evaluation, requirements refining. Okay, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെവലപ്പർ എന്താ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത് കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻ പ്രകാരം കസ്റ്റമർ കൊടുക്കുന്ന ഫീഡ്ബാക്ക് പ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് പ്രോട്ടോ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ നമ്പർ ഓഫ് ഇറ്ററേഷൻസ് ഫൈനൽ പ്രൊഡക്റ്റ് കസ്റ്റമർ ഡെലിവർ ചെയ്യുന്നു ആൻഡ് ലോഞ്ച് ചെയ്യുന്നു, മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് സിഗ്നിഫിക്കൻ്റ് എവല്യൂഷൻ, അതായത് എപ്പോഴും ഇൻഫർമേഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കസ്റ്റമറും ഡെവലപ്പറും തമ്മിൽ ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ കൂടുതൽ വരും. സിഗ്നിഫിക്കൻ്റ് എവല്യൂഷൻ ഉണ്ട്. ഓക്കെ, ആൻഡ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ആ ഫിഗറിൽ കണ്ട പോലെ റിക്വയർമെൻറ്റ് ഡെഫിനിഷൻ, prototype development, okay, prototype evaluation and requirements refining. ഇത്രയാണ് സ്റ്റെപ്സ്. ലാസ്റ്റ് മോഡൽ, ദറ്റ് ഈസ് ദ ഫോർത്ത് approach for EDLC or the type of model, spiral model. Spiral model is developed by Barry Boehm in 1988. The product development starts with project definition and traverse through all phases of EDLC. The activities involved in the spiral model can be associated with the 4 quadrants of a spiral and are as follows. Okay, 4 quadrants of a spiral ആണ് അത് കൺസിഡർ ചെയ്യുന്നത്. ആക്ടിവിറ്റീസ്: determine the objectives, alternatives, constraints, evaluate the alternatives, identify and resolve the risks, develop and test, plan. It is a combination of the concept of linear model and iterative nature of prototyping model. Okay, അപ്പോൾ ഇതാണ് ഫിഗർ to show the spiral model. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒബ്ജക്റ്റീവ്, ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റീവ് ആൻഡ് കൺസ്ട്രെയിൻസ്. ഓക്കെ, ദെൻ ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ് ആൻഡ് റിസ്ക്, ദെൻ ഡിസൈൻ ആൻഡ് വെരിഫിക്കേഷൻ, ദെൻ പ്ലാനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോട്ടോടൈപ്പിംഗ്, അതായത് ഇവിടെ ഇതിൻ്റെ കോമ്പിനേഷനാണ്. ലീനിയർ മോഡലും ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടോടൈപ്പിംഗ് മോഡലും. In prototyping, after requirement analysis, the design for prototype is made, development process started. On finishing prototype, it is sent to the customer for evaluation, that is judgment. After customer evaluation for the product, the feedback is taken from the customer in terms of what improvement is needed. Then developer refines the product according to the customer expectation. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തേർഡ് ടൈപ്പ് ഓഫ് മോഡൽ പറഞ്ഞില്ല, അതേ സ്റ്റെപ്സാണ് ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തത്. ഇനി ലീനിയർ മോഡൽ എന്ന് പറയുമ്പോൾ സ്പൈറൽ മോഡൽ കണ്ടെയ്ൻസ് ദ കോൺസെപ്റ്റ് ഓഫ് ലീനിയർ മോഡൽ. ലീനിയർ മോഡലിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ റിക്വയർമെൻറ്റ് അനാലിസിസ്, ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്? ദിസ് പ്രോസസ് ഇസ് ഫോക്കസ് സ്പെസിഫിക്കലി ഓൺ ദ എംബഡഡ് സോഫ്റ്റ്വെയർ ടു അണ്ടർസ്റ്റാൻഡ് നേച്ചർ ഓഫ് സോഫ്റ്റ്വെയർ ടു ബി ബിൽഡ് ആൻഡ് വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഫോർ ദ സോഫ്റ്റ്വെയർ. After requirement for both the system, the software is documented and viewed to the customer. Analysis, അതായത് റിക്വയർമെൻ്റ് ആദ്യം ചെയ്യുന്നത് കൂടുതലും സോഫ്റ്റ്വെയർ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫസ്റ്റ് റിക്വയർമെൻറ്റ് വരുന്നത്. ഏത് സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യേണ്ടത്, എന്താണ് സോഫ്റ്റ്വെയറിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതെല്ലാം ചെക്ക് ചെയ്യും. ആൻഡ് അത് ഡോക്യുമെൻ്റ് ചെയ്യും. ഓക്കെ, സോഫ്റ്റ്വെയർ ഡോക്യുമെൻ്റ് ചെയ്യും എന്തൊക്കെയാണെന്ന്, ആൻഡ് വ്യൂഡ് ടു ദ കസ്റ്റമർ. ദെൻ അനാലിസിസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ഫങ്ഷണൽ മൊഡ്യൂൾ അത് ഡെവലപ്പ് ചെയ്യും. ആൻഡ് പ്രൊഡക്റ്റ് ഇസ് ഡിഫൈൻഡ് ഇൻ ഡീറ്റെയിൽ with respect to the input, processing and output. This phase emphasizes on determining what function must be performed by the product and how to perform those functions. അതാണ് അനലൈസ് ചെയ്യുന്നത്. അതായത് എന്ത് ഫങ്ഷനാണ് പ്രൊഡക്റ്റ് പെർഫോം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ അത് പെർഫോം ചെയ്യുന്നു. Then design എന്ന് പറയുന്നത് product design deals with the entire design of the product, taking the requirement into consideration. Design phase translates the requirement into representation. Okay, അതായത് ഡിസൈൻ എന്ന് പറയുമ്പോൾ എൻറ്റയർ ഡിസൈൻ, അതായത് പ്രൊഡക്റ്റ് എൻറ്റയർ ഡിസൈനാണ്, അതായത് റിക്വയർമെൻറ്റ് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഡിസൈൻ നോക്കുന്നത്. ആൻഡ് റിക്വയർമെൻറ്റിനെ റെപ്രസെൻറ്റേഷൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നു ഡിസൈൻ ഫേസ്. ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് പ്രോസസ് ലോഞ്ചിങ് ഓഫ് ദ ഫസ്റ്റ് ഫുള്ളി ഫങ്ഷണൽ മോഡൽ ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് ഇസ് ഡൺ ഓർ ഹാൻഡിങ് ഓവർ ദ മോഡൽ ടു ആൻ എൻഡ് യൂസർ ഓർ ക്ലയൻറ്റ്.
In this product, modifications are implemented and product is made operational in the production environment. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അപ്പം ഫുള്ളി ഫങ്ഷൻ ചെയ്യുന്ന ഒരു മോഡൽ, ആ പ്രൊഡക്റ്റിൻ്റെ മോഡൽ അത് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഹാൻഡിങ് ഇറ്റ് ടു അതായത് ആ ഒരു എൻഡ് യൂസർ അല്ലെങ്കിൽ ക്ലയൻറ്റിന് ആ മോഡൽ കൊടുക്കുന്നു. ആൻഡ് ഇവിടെ മോഡിഫിക്കേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് ഓപ്പറേഷണൽ ആക്കുന്നു, അതായത് പ്രൊഡക്ഷൻ എൻവയറമെൻറ്റിൽ പ്രൊഡക്റ്റ് ഓപ്പറേഷണൽ ആക്കുന്നു. So these are the EDLC approaches.